ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ഗീതു ലിബിൻ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് യു കെയിൽ ജനിച്ച ഒരു കുട്ടിക്ക് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് മെയിനായിട്ടൊരു കാര്യം, നമുക്ക് പേരൻസിന് ആർക്കെങ്കിലും ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ILR അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി വേണം എന്നെങ്കിലേ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് ഞാൻ പറയാം. പിന്നെ നമുക്ക് 2 റെഫറീസ് വേണം. ഒരാൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരിക്കണം, ഒരാൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ആളാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ TLS കോണ്ടാക്റ്റിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ ബയോമെട്രിക്കിന് പോകണം. അപ്പോൾ ബയോമെട്രിക് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകത്തുള്ളൂ. അത് കഴിഞ്ഞ് 1 to 6 മന്ത് എടുക്കും അവർ നമ്മുടെ ഡിസിഷൻ അറിയിക്കണമെങ്കിൽ. ചിലപ്പം നമുക്ക് 6 മന്തിനുള്ളിൽ തന്നെ കിട്ടും, ചിലപ്പോൾ 6 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അത് ചിലപ്പം വേരി ചെയ്തിട്ടിരിക്കും. അപ്പോൾ എൻ്റെ കൊച്ചിന് ഞാൻ സെപ്റ്റംബറിൽ അപ്ലൈ ചെയ്തു, പക്ഷേ എനിക്ക് നവംബറൊക്കെ ആയപ്പോഴേക്കും ഡിസിഷൻ അറിഞ്ഞു. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. അപ്പം ഏകദേശം ഒരു 2.5 മാസം എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ആദ്യമേ നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാണാം. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ബേബിയുടെ സൈഡിൽ നിന്ന് വേണ്ടത് ബേബിയുടെ UK ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, BRP അല്ലെങ്കിൽ വിസ, ഷെയർ കോഡ്, അഡ്രസ് പ്രൂഫാണ്. ഔട്ട്സൈഡ് UK ജനിച്ച പിള്ളേർക്ക് പേരൻസിൽ ആരെങ്കിലും ഒരാൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആകാതെ നമുക്ക് ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അമ്മയുടേതായിട്ട് വേണ്ടിയത് PR കൺഫർമേഷൻ വന്ന മെയിലിൻ്റെ ഒരു കോപ്പി, മദറിൻ്റെ പാസ്പോർട്ട് കോപ്പി, BRP, വിസ, ഷെയർ കോഡ്, മാരേജ് സർട്ടിഫിക്കറ്റ്. പിന്നെ ഫാദറിൻ്റെ സൈഡിൽ നിന്ന് ഫാദറിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഷെയർ കോഡ്, BRP അല്ലെങ്കിൽ വിസ. പിന്നെ മറ്റുള്ളതെന്ന് വെച്ചാൽ റെഫറി 1 ഫോം, റെഫറി 2 ഫോം, പേരൻറ്റ് കൺസെൻറ്റ് ഫോം. ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വേണ്ടത്. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ TLS കോണ്ടാക്റ്റിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് TLS കോണ്ടാക്റ്റിൽ ചെന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ 50 പൗണ്ട് എക്സ്ട്രാ കൊടുക്കേണ്ടതാണ്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ കയറി ഹൗ ടു അപ്ലൈ ഫോർ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഫോർ ചൈൽഡ് ബോൺ ഇൻ UK എന്ന് അടിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോഴേക്കും നമുക്ക് അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്ലൈ ഫോർ സിറ്റിസൺഷിപ്പ് ഇഫ് യു ആർ ബോൺ ഇൻ UK എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വായിച്ച് നോക്കാം. അപ്പം നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം നമ്മൾ MN1 ഫോം തന്നെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന്. എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഫോമുകളൊക്കെ ഉണ്ട്. നമ്മുടെ കുട്ടി UK ജനിച്ചതെങ്കിൽ അണ്ടർ 18 ആണെങ്കിൽ യു ക്യാൻ രജിസ്റ്റർ ടു ബിക്കം എ ബ്രിട്ടീഷ് സിറ്റിസൺ ഇഫ് വൺ ഓഫ് യുവർ പേരൻറ്റ് കൺസിഡർ ദ UK ആസ് ദെയർ ഹോം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഗോട്ട് സെറ്റിൽഡ് സ്റ്റാറ്റസ്, ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ. അപ്പം കുട്ടികളുടെ പേരൻറ്റിൽ ഒരാൾക്ക് സെറ്റിൽഡ് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് നമുക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം. അതിന് മുന്നായിട്ട് നമ്മൾ ഈ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അത് നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നമുക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന് ഫീസായിട്ട് 1214 പൗണ്ടാണ്. അപ്പം കുട്ടികൾക്ക് സിറ്റിസൺഷിപ്പ് സെറമണി സാധാരണ അറ്റൻഡ് ചെയ്യേണ്ട, അത് കാരണം ഈ 130 പൗണ്ട് നമുക്ക് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ 18 വയസ്സിന് മുകളിലേക്കാണെങ്കിൽ ഡെഫിനറ്റായിട്ടും സിറ്റിസൺഷിപ്പ് സെറമണി അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് അപ്ലൈ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പം ആദ്യമേ തന്നെ നമ്മൾ അവിടെ പോയിട്ട് ഒരു മെയിൽ ID കൊടുത്ത് ഇത് രജിസ്റ്റർ ചെയ്യണം. ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. ആ മെയിൽ IDയിലേക്ക് നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും. അപ്പം നമ്മളത് മെയിൽ ID പോയിട്ട് വെരിഫൈ ചെയ്യണം. എന്നാലേ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. മെയിൽ IDയും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഡസ് ദിസ് ഇമെയിൽസ് ബിലോങ്ങിങ് ടു സമ്മൺ എൽസ് എന്നാണ് ഞാൻ കൊടുത്തത്. ഡു യു ഹാവ് എനി ഇമിഗ്രേഷൻ അഡ്വൈസർ ബേസ്ഡ് ഇൻ ദ UK? നോയാണ്. അപ്പോൾ ജസ്റ്റ് ഇൻഫർമേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് നമ്മളിനി ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഫസ്റ്റിൽ തന്നെ ചൂസ് വിച്ച് കാറ്റഗറി ടു അപ്ലൈ അണ്ടർ. യു ആർ എ ചൈൽഡ് അണ്ടർ 18, യു വെർ ബോൺ ഇൻ UK ആണ്. എൻ്റെ കൊച്ച് UK ജനിച്ചത്.
വൺ ഓർ ബോത്ത് യുവർ പേരൻസ് ആർ സെറ്റിൽഡ് ഇൻ ദി UK. എനിക്ക് PR ഉണ്ട്, അപ്പോൾ ഞാൻ ആ ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. ആർ ഐദർ ഓഫ് ദ പേരൻസ് ഓഫ് ദി ചൈൽഡ് അപ്ലൈയിങ് ഫോർ നാച്ചുറലൈസേഷൻ ഓഫ് എൻ AN ഫോം. ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല, അപ്പം ആൻസർ നോയാണ് ഇവിടെ ചൂസ് ചെയ്തത്. ഹാവ് യു ഹാഡ് സെറ്റിൽമെൻറ്റ് ഇൻ ദി UK? നോയാണ്, എൻ്റെ കൊച്ചിന് സെറ്റിൽമെൻറ്റ് ഇല്ല, അപ്പം ഞാൻ നോയാണ് കൊടുത്തത്. പിന്നെ കൊച്ചിൻ്റെ ഡീറ്റെയിൽസ്, കൊച്ചിൻ്റെ പേര്, സർനെയിം അതെല്ലാം കൊടുക്കുക. ആർ യു നൗ ഹാവ് യു എവർ ബീൻ നോൺ ബൈ എനി അതർ നെയിം? നോയാണ്. പിന്നെ കൊച്ചിൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. കൊച്ചിന് ഇമെയിൽ അഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് തന്നെയാണ് കൊടുത്തത്. അതിലേക്ക് ഒരു വെരിഫിക്കേഷൻ അവർ സെൻഡ് ചെയ്യുന്നുണ്ട്. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് പ്രൊവൈഡ് യുവർ ടെലിഫോൺ നമ്പറാണ്. അത് ഞാൻ എൻ്റെ ടെലിഫോൺ നമ്പർ തന്നെയാണ് കൊടുത്തത്. നമ്മൾ UK-ലാണ് യൂസ് ചെയ്യുന്നത്, അപ്പം ഫോർ യൂസിങ് ഇൻ ദി UK എന്ന് കൊടുത്തു. അടുത്തത് കൊച്ചിൻ്റെ പോസ്റ്റൽ അഡ്രസ്സാണ്. പ്രൊവൈഡ് യുവർ അഡ്രസ്സ്. നമ്മുടെ പോസ്റ്റ് കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ ഏത് അഡ്രസ്സാണെന്നുള്ളത് ചൂസ് ചെയ്യുക. നമ്മൾ എന്നോട്ടാണ് ഈ അഡ്രസ്സിൽ താമസിക്കാൻ തുടങ്ങിയെന്നുള്ളതും, നിങ്ങൾ 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ നോന്ന് കൊടുത്തിട്ട് ബാക്കിയുള്ള അഡ്രസ്സും കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. എന്നോട്ട് എന്നുവരെയാണ്. പ്രീവിയസ് അഡ്രസ്സ്, ടൗൺ, പോസ്റ്റ് കോഡ് എല്ലാം എൻ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ ഏതെങ്കിലും അഡ്രസ്സ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് യുവർ സെക്സ് ആൻഡ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണ്. വാട്ട് ഈസ് യുവർ സെക്സ് അത് കൊടുക്കുക. പിന്നെ വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ്, ഞാൻ സിംഗിളാണെന്നാണ് ഇട്ടത്. യുവർ നാഷണാലിറ്റി, എൻ്റെ കൊച്ച് ഇന്ത്യൻ നാഷണാലിറ്റിയാണ്, അപ്പം ഞാൻ ഇന്ത്യ എന്നാണ് ഇട്ടത്. പ്ലേസ് ഓഫ് ബർത്ത് അവൾ ഇവിടെയാണ് ഉണ്ടായത്, അപ്പം ഇവിടുത്തെ ഇത് കൊടുത്തു. പിന്നെ ക്യാൻ യു പ്രൊവൈഡ് എ വാലിഡ് പാസ്പോർട്ട്? യെസ് ആണ്. പാസ്പോർട്ട് നമ്പർ, ഇഷ്യൂയിങ് അതോറിറ്റി, ഇഷ്യൂ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, മന്ത് എല്ലാം അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ബയോമെട്രിക് റെസിഡൻറ്റ് പെർമിറ്റിൻ്റെ ഡീറ്റെയിൽസ്. എൻ്റെ കൊച്ചിൻ്റെ എക്സ്പയർഡ് ആയതാണ്, അവർ എക്സ്പയർഡ് ആയത് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് അതിൽ, അപ്പം ഞാൻ എസ് കൊടുത്തിട്ട് അതടിച്ചു കൊടുത്തു. ഡു യു ഹാവ് എ നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് എന്നുള്ളത് ഞാൻ നോയാണ് കൊടുത്തത്. അടുത്തത് യുവർ അതർ നാഷണാലിറ്റി. ഡു യു കറൻ്റ്ലി ഹോൾഡ് ഓർ ഹാവ് യു എവർ ഹെൽഡ് എനി അതർ നാഷണാലിറ്റി? നോയാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. നാഷണൽ ഇൻഷുറൻസ് നമ്പർ. ആർ യു ലീവിങ് ഇൻ ലോക്കൽ അതോറിറ്റി കെയർ ഇൻ ദ UK? നോയാണ്. പിന്നെ നമ്മുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. വിച്ച് പേരൻ്റ് ഓർ ലീഗൽ ഗാർഡിയൻ വുഡ് യു ലൈക്ക് ടു ആഡ് ദ ഡീറ്റെയിൽസ് അബൌട്ട്? ഫസ്റ്റിൽ തന്നെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് മദർ എന്നുള്ളതാണ് വെച്ചത്, കാരണം എനിക്ക് PR ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസാണ് ഫസ്റ്റിൽ വെച്ചത്. ദിസ് ഈസ് മൈ ബയോളജിക്കൽ പേരൻറ്റ്. അതെ. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ മദറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് അതിൽ എൻ്റർ ചെയ്യേണ്ടത്. ഫാമിലി നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ടൗൺ ഓഫ് ബർത്ത്, കൺട്രി ഓഫ് ബർത്ത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ പേരൻസുമായിട്ട് സെയിം ആയിട്ടുള്ള അഡ്രസ്സാണോ. പിന്നെ വാട്ട് ഈസ് യുവർ പേരൻ്റ് ഓർ ലീഗൽ ഗാർഡിയൻസ് കൺട്രി ഓഫ് നാഷണാലിറ്റി, ഞാനിപ്പോൾ ഇന്ത്യനാണ് കൊടുത്തത്. ഹൗ ദേ ഓൾവേസ് ആർ ദ സെയിം നാഷണാലിറ്റി. അതെ. ഈസ് ദിസ് പേരൻ്റ് ഓർ ലീഗൽ ഗാർഡിയൻ സെറ്റിൽഡ് ഇൻ ദ UK? എസ് ആണ്. എനിക്ക് PR ഉണ്ട്, അതുകൊണ്ട് ഞാൻ എസ് ആണ് കൊടുത്തത്. പിന്നെ ഏത് ഡേറ്റിലാണ് അവർക്ക് സെറ്റിൽമെൻറ്റ് സ്റ്റാറ്റസ് കിട്ടിയെന്നുള്ളത് ആ ഡേറ്റ് കൊടുക്കുക. നമുക്കൊരു മെയിൽ വരും, ആ മെയിലിൽ കാണുമല്ലോ. ഡസ് യു ഹാവ് എനി അതർ നാഷണാലിറ്റി? പിന്നെ ഞാൻ ഫാദറിൻ്റെ ഡീറ്റെയിൽസും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. പേരൻ്റ് ഓർ ലീഗൽ ഗാർഡിയൻ്റെ ഡീറ്റെയിൽസ്, പേര്, ഫാമിലി നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ടൗൺ ഓഫ് ബർത്ത് എല്ലാം അടിച്ചു കൊടുക്കുക.
പിന്നെ സെയിം ആയിട്ടുള്ള അഡ്രസ്സാണോ, ഫോൺ നമ്പറാണോ, ഇമെയിൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ യെസ് കൊടുക്കുക. കൺട്രി ഓഫ് നാഷണാലിറ്റി, ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യൻ ആയതുകൊണ്ട് ഇന്ത്യൻ എന്ന് അടിച്ചു കൊടുക്കുക. സെയിം നാഷണാലിറ്റി ആണ് ഫ്രം ദ ബർത്ത് ഓൺവേർഡ്സ്. പിന്നെ ഫാദറിന് സെറ്റിൽഡ് സ്റ്റാറ്റസ് ഇല്ല, അതുകൊണ്ട് ഞാൻ നോയാണ് കൊടുത്തത്. പിന്നെ ഡു യു ഹാവ് എനി അതർ പേഴ്സൺ വിത്ത് പേരൻ്റ് റെസ്പോൺസിബിലിറ്റി, ഞാൻ നോയാണ് കൊടുത്തത്. ആർ യുവർ പേരൻ്റ് ഓർ ലീഗൽ ഗാർഡിയൻ മാരീഡ് ഓൺ സിവിൽ പാർട്ണർഷിപ്പ്, എസ് ആണ് കൊടുത്ത്. അപ്പം മാരേജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. വാസ് യുവർ ബയോളജിക്കൽ മദർ മാരീഡ് അറ്റ് യുവർ ടൈം ഓഫ് ബർത്ത്, എസ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത റെസിഡൻറ്റ് ഇൻ ദ UK എന്നുള്ളതാണ്. അപ്പം നമ്മൾ യെസ് ആണ്, നമ്മൾ UK താമസിക്കുന്നത്. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. കൺട്രി യു വിൽ ലീവ് ഇൻ, അതായത് ഈ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണ്, നിങ്ങൾ ഏത് കൺട്രിയിലാണ് ജീവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ യുണൈറ്റഡ് കിങ്ഡം എന്ന് തന്നെ ഇടണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ആർ യു റിലേയിങ് ഓൺ യുവർ പേരൻറ്റ്സ് പെർമനൻറ്റ് റെസിഡൻസ്, അത് എസ് ആണ്. എനിക്ക് സെറ്റിൽഡ് സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട് ഞാൻ എസ് ആണ് കൊടുത്തത്. അപ്പോൾ ഡീറ്റെയിൽസ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് എസ് ആണ് ഞാൻ കൊടുത്തത്. പിന്നെ റെഫറിയുടെ ഡീറ്റെയിൽസ് ആണ്, നമുക്ക് 2 റെഫറീസാണ് ഇതിനായിട്ട് വേണ്ടിയത്. അപ്പം റെഫറി നോട്ട് ബി എ റിലേറ്റീവ്, സോളിസിറ്റർ ഓർ ഏജൻറ്റ് ഓഫ് ദ ആപ്ലിക്കൻ, നോട്ട് ബി റിലേറ്റഡ് ടു ദ അതർ റെഫറി, നോട്ട് ബി എംപ്ലോയ്ഡ് ബൈ ദ ഹോം ഓഫീസ്, known or have known the applicant personally for more than 3 years. They are willing to give full details of their knowledge. Advise the home office of any reason why the applicant should. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. അത് മീറ്റ് ചെയ്യുന്ന റെഫറീസിനെ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ റെഫറി ഒരാൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരിക്കണം, മറ്റേ ആൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഹോൾഡ് ചെയ്യുന്ന ആളാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ റെഫറിയുടെ ഡീറ്റെയിൽസ് എല്ലാമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫസ്റ്റിലെ അവരുടെ നെയിം, അഡ്രസ്സ് വേണം, 3 വർഷത്തെ, പിന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. അപ്പം നമ്മൾ ഈ ആപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവരുടെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, മെയിൽ അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേണം. പിന്നെ ബ്രിട്ടീഷ് പാസ്പോർട്ട് നമ്പർ വേണം. പിന്നെ സെക്കൻഡ് റെഫറിയുടെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ സെയിം ആയിട്ട് അടിച്ചു കൊടുക്കുക. ഗിവൺ നെയിം, സർനെയിം, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, മെയിൽ ID, എല്ലാ കാര്യങ്ങളും അടിച്ചു കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് റെഫറി 1, റെഫറി 2 എന്ന് പറഞ്ഞൊരു ഫോം കിട്ടും. അപ്പം നമ്മൾ ആ ഫോം കൊച്ചിൻ്റെ ഫോട്ടോ ഒട്ടിച്ച് അവരുടെ കൊണ്ട് കൊടുത്ത് അവർ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഈ ആപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുന്നേ 2 പേരെ കണ്ടുപിടിച്ച് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ആപ്ലിക്കേഷൻ തുടങ്ങാനായിട്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആരാണ് കൊച്ചിനെ അക്കമ്പനി എന്നുള്ളത് ഞാൻ എൻ്റെ പേര് ക്ലിക്ക് ചെയ്തത്. എനിക്കാണ് PR ഉള്ളത് കൊണ്ട് അത് ഞാൻ എൻ്റേതാണ് കൊടുത്തത്. പിന്നെ എൻ്റെ കൺട്രി ഓഫ് നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ടെലിഫോൺ നമ്പർ, അതെല്ലാം ചൂസ്. പിന്നെ നിങ്ങൾക്ക് ഡു യു ഹാവ് എനി അതർ ഡീറ്റെയിൽസ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു കൺസിഡർ റിഗാർഡിംഗ് ദിസ് ആപ്ലിക്കൻ ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ ടു ബി രജിസ്റ്റേർഡ്, നോയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാനില്ലായിരുന്നു. ഹാവ് യു അപ്ലൈഡ് ഫോർ എ ഫീ വേവർ, എനിക്കങ്ങനെയൊന്നുമില്ല, നോയാണ് ഞാൻ കൊടുത്തത്. അത് കഴിഞ്ഞ് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇതാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ അഡീഷണൽ ആയിട്ടുള്ള ആപ്ലിക്കൻറ്റിനെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്ക് വേറെ കൊച്ചുങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആണെങ്കിൽ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കണ്ടിന്യൂ കൊടുത്താൽ പിള്ളേരുടെ ഡീറ്റെയിൽസും കൂടെ കൊടുക്കാം. പിന്നെ ഡോക്യുമെൻറ്റ്സ് ആണ്, കളർ കോപ്പി ഓഫ് പാസ്പോർട്ട് നോറയുടെ, പിന്നെ ലിബിൻ തോമസിൻ്റെ പേര്, റെസ്പോൺസിബിലിറ്റി ഗീതു മോൾ, അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങളെല്ലാമാണ് പറയുന്നത്. ഞാൻ നേരത്തെ വീഡിയോയുടെ മുന്നേ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ വേണമെന്നുള്ളത്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഗീതു മോൾ ബാസി ബ്രിട്ടീഷ് പാസ്പോർട്ട്. എനിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഇല്ല, പക്ഷെ നമ്മൾ എല്ലാത്തിലും ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ എല്ലാത്തിലും ക്ലിക്ക് ചെയ്ത് വിടുക, അത് കുഴപ്പമില്ല. പിന്നെ ഒന്നുകൂടെ മെയിൽ ID വെരിഫൈ ചെയ്യുക. പിന്നെ ഡിക്ലറേഷൻ റെഫറി 1, 2 ഫോം ഡൗൺലോഡ് ചെയ്യണം. അപ്പം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളത് ഫില്ല് ചെയ്യണം. ഇപ്പോൾ കൊച്ചിൻ്റെ ഒരു ഇവരിവിടെ പറയുന്ന ആ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടുള്ള പാസ്പോർട്ട് ഫോട്ടോ ഒക്കെ അവർക്ക് കൊടുക്കണം. അപ്പോൾ അവരത് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ക്രൈറ്റീരിയാസ് ഒക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരാൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആകണം, രണ്ടാമത്തെ ആൾ ഏത് നാഷണാലിറ്റി, ഇന്ത്യൻ നാഷണാലിറ്റി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം
റെഫറി എന്ന് പറയുന്ന റിലേറ്റീവ് ആകാൻ പാടില്ല, പിന്നെ നമുക്ക് മൈഗ്രേഷൻ ലോയറോ അങ്ങനെ ആരെങ്കിലും അവരാകാൻ പാടില്ല, ഹോം ഓഫീസിൻ്റെ എംപ്ലോയി ആകാൻ പാടില്ല, അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അവരവിടെ നമ്മുടെ പേരെഴുതി സൈൻ ചെയ്ത് ഡേറ്റ് ഇടണം. അതുപോലെ തന്നെ ഡിക്ലറേഷൻ റെഫറി 2 ഫോമും സെയിം ആണ്. അപ്പം നമ്മളത് രണ്ടും ഡൗൺലോഡ് ചെയ്യുക. പിന്നെ പേരൻറ്റ് കൺസെൻറ്റ് ഫോം എന്ന് പറഞ്ഞൊരു ഫോമുണ്ട്, ആ ഫോമും കൂടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം TLS കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിലേക്കാണ് ഇത് കഴിയുമ്പോൾ നമ്മൾ പോകുന്നത്. പിന്നെ ഡിക്ലെയർ ചെയ്തിട്ട് ഐ ആം ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ആപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ സേവ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ പേയിലേക്കാണ് പോകുന്നത്. സ്റ്റാൻഡേർഡ് സർവീസ് മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ, അല്ലാതെ ഫാസ്റ്റ് ട്രാക്ക് സർവീസ് ഇല്ല. 1214 പൗണ്ടാണ് അടയ്ക്കേണ്ടത്. അപ്പം ഇവരുടെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 6 മന്തോളം ഉണ്ട്, അത് ഡിപ്പെൻസ് ആണ്. അങ്ങനെ നമ്മൾ പൈസ അടച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മെയിൽ വരും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി. പിന്നെ നമ്മൾ TLS കോണ്ടാക്റ്റ് വഴിയാണ് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊരു മൈഗ്രേഷൻ അഡ്വൈസറോ ലോയറോ ഒന്നുമല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻ്റായിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മൈഗ്രേഷൻ അഡ്വൈസറെയോ ലോയറിനോ ഒക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.